Hello everybody. War by Luigi Pirandello. അതിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് questions ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് ആൻസർ questions. Why was the woman entering the carriage upset? The woman was distraught because her only son was about to leave for the war front and she feared losing him. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ആകെയുള്ള ഏക മകൻ യുദ്ധത്തിന് പോകാൻ നിൽക്കുകയാണ്. ആൻഡ് അവിടെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവുമോ എന്നൊരു സങ്കടം. Which war is the title of the story referring to? Naturally, ഇത് World War I ആണ് ഇതിലെ റെഫറൻസ്. When and where do the characters of the story meet? ഇവർ മീറ്റ് ചെയ്യുന്നത് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ്. അത് ഇറ്റലിയിലെ ഒരു സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ആ സ്റ്റേഷനിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ ബ്രോഡ് ഗേജ് മീറ്റർ ഗേജ് കൺവേർഷനുള്ള സ്ഥലമാണ്. അപ്പോൾ വലിയ ട്രെയിനിൽ നിന്ന് ഇവരൊരു ഭാഗം വരെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ചെറിയ ട്രെയിനിൽ ആണ് പോകുന്നത്. ചെറിയ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ മീറ്റർ ഗേജ് ഉള്ള ട്രെയിനിലേക്കാണ് പോകുന്നത്, ഒരു വലിയ ടൗണിൽ നിന്ന് ചെറിയ ടൗണിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോം ആണ് ആദ്യത്തെ ഇതിൽ നിന്ന് ഫാബ്രിയാനോ എന്നുള്ളൊരു ചെറിയ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെയാണ് ഈ ലോക്കൽ ട്രെയിനിലേക്ക് കയറിയിരിക്കുന്നത്. അതിലെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ സംസാരം. Which character argues that the parent should be comforted by a son's heroic in death in combat? What is his reasoning? തടിച്ച ഒരു റെഡ് ഫേസ്ഡ് മാൻ, ഇയാളാണ് പറയുന്നത് അവരുടെ മക്കളും മരിക്കുകയാണെങ്കിൽ അതിന് ഓണറാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. What does a woman mean when she asked the old man if his son really died? ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ സ്ത്രീകൾക്കാകെ സങ്കടമായിട്ട് സ്ത്രീ അയാളോട് ചോദിക്കുക, നിങ്ങളുടെ മോൻ ശരിക്കും മരിച്ചോ? അപ്പോഴാണ് ആ അച്ഛൻ ആകെപ്പാടെ പെട്ടെന്ന് വിഷമമായിട്ട് ഹാൻഡ് കർച്ചീഫ് പിടിച്ച് എന്നിട്ട് ഉറക്കെ ഭയങ്കരമായിട്ട് കരയുന്നത്. അപ്പോൾ എത്രത്തോളം ഇൻറ്റൻസിറ്റിയോട് കൂടെ ആണ് ആ പേരൻ്റ് ഇതുവരെ പറഞ്ഞത്, അതായത് എനിക്ക് സങ്കടമൊന്നുമില്ല, മക്കള് മരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ, അതൊന്നും സാരമില്ല എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ പിന്നീട് പെട്ടെന്ന് മകൻ മരിച്ചോ എന്നൊന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആകെപ്പാടെ സങ്കടമായി. എന്നിട്ട് അതോടുകൂടി ഹീ സ്റ്റാർട്ടഡ് ക്രൈയിങ് ഇൻകൺസോളബ്ലി. ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളത് പഠിക്കുക. അതേപോലെ ഇതിൻ്റെ എസ്സേ ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ എക്സാമിനേഷൻ.